സംഘർഷം തുടരുമോ എന്ന ആശങ്ക നിലനിർത്തിക്കൊണ്ട് അമേരിക്കയുടെ പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ അമേരിക്കൻ പൗരന്മാർക്ക്, പ്രത്യേകിച്ച് ഇറാനിയൻ അമേരിക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇറാനിയൻ ഭരണകൂടം ഉയർത്തുന്ന കടുത്ത അപകട സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ യാത്രാ നിർദ്ദേശം. ബോംബാക്രമണം അവസാനിച്ചെങ്കിലും ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണെന്ന് അതിന് അർത്ഥമില്ല. ഇതാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. ഇറാൻ എന്ന രാജ്യം ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ലെന്നും തടവിലാക്കപ്പെട്ട അമേരിക്കൻ പൗരന്മാർക്ക് കോൺസുലർ സേവനങ്ങൾ നിഷേധിക്കുന്നത് പതിവാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു. അമേരിക്കൻ ബന്ധങ്ങളുള്ള വ്യക്തികളെ ഏകപക്ഷീയമായി തടങ്കലിൽ വയ്ക്കുന്നതിനുള്ള അപകട സാധ്യതകളെയും ഇറാൻ ഭരണകൂടത്തിൻ്റെ രീതിയെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നതിനായി ഒരു പ്രത്യേക വെബ്സൈറ്റും അവർ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത കാലത്തായി ഇറാനിയൻ അമേരിക്കൻ വംശജരായ നിരവധി ഉന്നതരെ പോലും തടങ്കലിൽ വെച്ചതിനെ തുടർന്നാണ് ഇരട്ട പൗരന്മാരോടുള്ള ഇറാൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുകയും അമേരിക്കയുടെ സൈനിക നടപടികൾ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ യാത്രാ നിർദ്ദേശം പുറത്തിറക്കിയത്. ജൂൺ 13 ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇറാൻ്റെ ആണവ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, IRGC കമാൻഡ് സെൻ്ററുകൾ എന്നിവ ലക്ഷ്യമിട്ട് വിപുലമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 22 അമേരിക്കയും ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ ഇറാനിയൻ ആണവ അടിസ്ഥാന സൗകര്യങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് ഒരു ആക്രമണം നടത്തിയിരുന്നു. അതിന് മറുപടിയായി ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണങ്ങളും ഖത്തറിലെ അമേരിക്കൻ സൈനിക വ്യോമത്താവളത്തിൽ മിന്നൽ ആക്രമണങ്ങളും ഇറാൻ നടത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും വെറുക്കപ്പെട്ടവരായും ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കൂടുതൽ സൈനിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ അമേരിക്കയും ഇറാനും ആഗ്രഹിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ആദ്യം പറഞ്ഞിരുന്നു. അവർ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു, അവർ എന്തെങ്കിലും പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം സംസാരിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത്. ഇറാനുമായി പ്രാഥമിക ചർച്ചകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പറയുന്നത് അമേരിക്കയുമായി സംഭാഷണം സാധ്യമാണെന്ന് തന്നെയാണ്. എന്നാലും സമീപകാലത്തുണ്ടായ ആക്രമണങ്ങൾ കാരണം വിശ്വാസം പുനഃസ്ഥാപിക്കുന്നത് ഒരു വെല്ലുവിളിയാകുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് ഏതായാലും ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ്. ഈ സാഹചര്യത്തിൽ ഇറാനിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഈ മുന്നറിയിപ്പുകൾ പരിഗണിച്ചുകൊണ്ട് യാത്ര മാറ്റിവെക്കുന്നതാവും നല്ലത്.